ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കോഴിൻ്റെ മാങ്ങ കൊണ്ട് സൂപ്പർ ഒരു തേങ്ങാപ്പരട്ട് ഉണ്ടാക്കിയാലോ. അതിനകത്തൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് വറ്റൽമുളകിട്ട് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. ഇതിൽ പച്ചമുളകും കൂടി ഇടണമായിരുന്നു, പക്ഷേ ഞാൻ മറന്നു. അപ്പോൾ സവാള വരണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് പച്ചമുളക് ഇടണേ. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് ആദ്യമേ ഇട്ടേക്കണേ. പിന്നെ നമ്മുടെ കോഴിൻ്റെ മാങ്ങയും പിന്നെ എന്തിട്ടാണ് ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അതിൽ ആ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാതെ. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിനുള്ള വെള്ളം ഊരി കിട്ടും. എന്നിട്ട് ഇതിനെ പിന്നെയും ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ച് നല്ല പുരട്ടി എടുക്കണം കേട്ടോ. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. ഈ ടൈമിൽ നമുക്ക് വലിയ ആവശ്യത്തിനുള്ള തേങ്ങയിട്ട് കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പിന്നെ ഇളക്കി സെറ്റാക്കി നല്ല രീതിക്ക് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെ കഴിക്കാം. കപ്പയുടെ കൂടെ ആയിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയണത്. ഇപ്പോൾ ഇവിടെ ചോറ് ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണം ഞാൻ നിങ്ങൾ ചോറിൻ്റെ കൂടെ എടുത്തതെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കഴിച്ചു നോക്കി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ പൊരിക്കണില്ല, അതിൻ്റെ അത്ര ടേസ്റ്റ് വരില്ല. ഇങ്ങനെ എന്തിട്ടാണ് വരട്ടിയെടുക്കണേ, പൊരിച്ച് കഴിക്കണത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അപ്പം നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് പറയും കേട്ടോ എങ്ങനെയുണ്ടെന്ന്.